നാം മുൻപ് കണ്ടതുപോലെ അഞ്ചാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തയേശുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. എന്താണ് ക്രിസ്തയേശുവിലുള്ള ഭാവം എന്ന് ഇവിടുത്തെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ സംസാരിക്കുകയാണ്. താഴ്മയും ഐക്യതയും ആർദ്രതയും ഒക്കെ നമുക്കുണ്ടാകാൻ വേണ്ടിയാണ് ഈ ഭാഗം പൗലോസ് അപ്പോസ്തലൻ കുറിക്കുന്നത്. പക്ഷേ ഓർപ്പിച്ചതുപോലെ പുതിയ നിയമ ദൈവശാസ്ത്രത്തിലെ തന്നെ അതിപ്രാധാന്യമുള്ള ഒരു വിഷയമായി ഈ ഭാഗം മാറുന്നു എന്നുള്ളത് വളരെ സ്തുത്യർഹമാണ്. നമുക്ക് യേശു കർത്താവിൻ്റെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ആ വിഷയത്തെ ദൈവശാസ്ത്ര കാഴ്ചപ്പാടിലൂടെ അപ്പോസ്തലനായ പൗലോസ് അവതരിപ്പിച്ചിരിക്കുകയാണ്. താഴ്മ എന്ന വിഷയമാണ്, യേശുവിലുള്ള താഴ്മ എന്ന ഭാവം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്, സഭയ്ക്കുണ്ടാവുക എന്നുള്ളതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ ഈ വാക്യങ്ങൾ ചരിത്രത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന, വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങളാണ്. 7-ാമത്തെ വാക്യം മുതൽ നമുക്കിങ്ങനെ കാണുവാനായിട്ട് കഴിയുന്നു. ആറാമത്തെ വാക്യം, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണം ഉള്ളവനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഈ 5 മുതൽ ഉള്ള വാക്യങ്ങൾ ക്രിസ്തയേശുവിലുള്ള ഭാവം നിങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 6, 7, 8 വാക്യങ്ങൾ ഈ ഭാഗം പൊതുവെ ദൈവശാസ്ത്രകാരന്മാർ അതിന് കെനോസിസ് എന്നും കെനോസിസ് പാസേജ് അല്ലെങ്കിൽ കെനോറ്റിക് പാസേജ് എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ കാരണം കർത്താവ് തന്നെത്താൻ ഒഴിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയമാണ്. നമുക്ക് ആ വിഷയത്തെ നമുക്കൊന്ന് ചിന്തിക്കാം. എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് വേർഷനിൽ 7-ാമത്തെ വാക്യത്തിലാണ് ഭാഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് കാണുന്നത്, ബട്ട് മെയ്ഡ് ഹിംസെൽഫ് നോ റെപ്യൂട്ടേഷൻ. ബട്ട് മെയ്ഡ് ഹിംസെൽഫ് നോ റെപ്യൂട്ടേഷൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ the more common and well-known translation of this is that he emptied himself. തന്നെത്താൻ ശൂന്യനാക്കി, തന്നെത്താൻ ഒഴിച്ചു എന്ന മലയാള പദത്തേക്കാൾ കുറച്ചുകൂടെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു പദപ്രയോഗം തന്നെത്താൻ ശൂന്യനാക്കി എന്നുള്ളതാണ്. ഹി emptied himself, തന്നെത്താൻ ശൂന്യനാക്കി. ശൂന്യനാക്കുക എന്ന് പറഞ്ഞാൽ പൊള്ളയായി തീർന്നു എന്ന ആശയത്തിലല്ല. യേശു എന്താണ് തന്നെത്താൻ ഒഴിച്ചത് എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഈ emptied എന്നുള്ള പദത്തിന് ഗ്രീക്കിൽ കെനോസിസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. emptied അല്ലെങ്കിൽ ശൂന്യനാക്കി, തന്നെത്താൻ ഒഴിച്ചു എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് കെനോസിസ് എന്ന പദമാണ്. അതിൽ നിന്ന് ആണ് യേശുവിൻ്റെ മനുഷ്യ വേഷം, അല്ലെങ്കിൽ യേശു മനുഷ്യ വേഷത്തിൽ ഇറങ്ങി വന്നത് എസൻഷ്യലി എ സെൽഫ് എംപ്റ്റിയിങ് ആണ്, സ്വയം ശൂന്യനാക്കി തീർക്കുന്നതാണ് എന്ന് ഇതിൽ നിന്ന്, ഈ വാക്കിൽ നിന്ന്, കെനോസിസ് എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യേശു എന്താണ്, ഏത് വിഷയത്തിലാണ് തന്നെത്താൻ ശൂന്യനാക്കിയത്, തന്നെത്താൻ എംറ്റി ആക്കിയത്, തന്നെത്താൻ ഒഴിച്ചത്? ഏത് വിഷയത്തിലാണ്? യേശുവിന്റെ അസ്തിത്വം ഇല്ലാതായിട്ടില്ല, യേശുവിന്റെ എക്സിസ്റ്റൻസ് അത് ഇല്ലാതായിട്ടില്ല. സ്റ്റിൽ ഹി വാസ് ദെയർ, ബട്ട് ഇറ്റ് സൈസ് ഹി മെയ്ഡ് ഹിംസെൽഫ് ഓഫ് നോ റെപ്യൂട്ടേഷൻ ഓർ ഹി എംറ്റീഡ് ഹിംസെൽഫ് എന്ന പറഞ്ഞിരിക്കുന്നത്. ഈ തുടർന്നുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ എങ്ങനെ യേശു തന്നെത്താൻ ശൂന്യനാക്കി, ഒഴിച്ചു എന്നുള്ളത് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കി, നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു തന്റെ ദൈവത്തോടുള്ള സമത്വമാണ് മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാത്തത്. അല്ലാതെ യേശുവിന്റെ ദൈവത്വമല്ല, നോട്ട് ദ ഡൈറ്റി ഓർ നോട്ട് ദ ഡിവിനിറ്റി ഓഫ് ജീസസ്. യേശുവിന്റെ ദൈവത്വം യേശു ഒരു ഘട്ടത്തിലും ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം യേശു എന്താണ് തന്നെത്താൻ ശൂന്യനാക്കിയത്, emptied himself എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ചിന്തിക്കാനായിട്ട്.
ചില കെനോറ്റിക് തിയറി, യേശുവിന്റെ ഈ മനുഷ്യ അവതാരത്തിൽ ചിലര് ഇൻസിസ്റ്റ് ചെയ്യുന്നത് യേശു തന്റെ ദൈവത്വത്തിന്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ദൈവിക സ്വഭാവങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വന്നത് എന്ന് ചിലര് വ്യാഖ്യാനിക്കാറുണ്ട്. ചില ദൈവശാസ്ത്രജ്ഞന്മാർ അങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. അതായത് യേശു തന്നെത്താൻ ഒഴിച്ചു, യേശുവിന്റെ ദൈവത്വം എന്നുള്ള എക്സിസ്റ്റൻസും യേശുവിലുണ്ട്, പക്ഷേ യേശു ഈ ഒഴിച്ചു എന്ന് പറയുന്നത്, ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകളാണ്. ദൈവത്തിന് മാത്രമുള്ള ചില സ്വഭാവ സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ്? ഗോഡ് ഈസ് ഓംനിപോട്ടന്റ്, ഗോഡ് ഈസ് ഓംനീഷ്യൻ, ഗോഡ് ഈസ് ഓംനിപ്രസന്റ്, അതുപോലെ ഗോഡ് ഈസ് ഇറ്റേണൽ, ഇമ്മ്യൂട്ടബിൾ. ഇതൊക്കെ ദൈവത്തിന് മാത്രമുള്ള പ്രത്യേകതകളാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഡിവൈൻ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന് മാത്രമുള്ള, മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത പ്രത്യേകതകളാണ്, സ്വഭാവ വിശേഷതകളാണ്. ദൈവത്തിന്റെ സർവവ്യാപി, സർവജ്ഞാനി, സർവശക്തൻ, നിത്യൻ എന്നുള്ളത്. നിത്യൻ എന്ന് പറയുമ്പോൾ പൂർവകാല നിത്യത മുതൽ വരുംകാല നിത്യത വരെ ദൈവം എന്നേക്കും അനന്യനാണ്, നിത്യനായിരിക്കുന്നു. ബാക്കി എല്ലാത്തിനും ആരംഭമുണ്ട്, ദൈവത്തിന് ആരംഭമില്ല. അപ്പോൾ ഈ യേശുവിലും ഈ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ദൈവത്തിന്റെ ഈ സ്വഭാവ വിശേഷതകൾ യേശുവിലുമുണ്ട്. ചിലർ വ്യാഖ്യാനിക്കുന്നത് യേശു ഈ ദൈവത്തിലുള്ള ഇങ്ങനെയുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം ഉപേക്ഷിച്ചിട്ട്, മാറ്റിവെച്ചിട്ട് അതാണ് എംപ്റ്റി ആയി ഇറങ്ങി വന്നത് എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. അതിന്റെ അർത്ഥം യേശു ഒരു ലെസ് ഗോഡായി മാറി എന്നാണ് അവർ അങ്ങനെ പറയുന്നത്. ഞാൻ പറയുന്നത് ഒരു വ്യാഖ്യാന രീതിയാണ്, അത് ശരിയാണെന്നല്ല, അത് തെറ്റായ ചിന്താഗതിയാണ്. യേശു ഒരു ചെറിയ ദൈവമായിട്ട് വന്നു. ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവമാണ്, പക്ഷെ എന്ത് ചെയ്തു? ആട്രിബ്യൂട്ട്സ് അല്ല, ദൈവത്തിന്റെ എല്ലാ ആട്രിബ്യൂട്ട്സും വിട്ടിട്ട് യേശു വന്നു എന്ന ചിന്താഗതി ചിലർ വച്ച് പുലർത്തുന്നുണ്ട്. അത് അല്ല സംഭവിച്ചത്. യേശുവിന്റെ ഈ ഹ്യൂമിലിയേഷനിൽ യേശു തന്നെത്താൻ താഴ്ത്തിയപ്പോൾ അവൻ ദൈവത്വ പിതാവിനോടുള്ള സമത്വമാണ് വിട്ട് ഇറങ്ങി വന്നത്, ആ പദവിയാണ് വിട്ട് ഇറങ്ങി വന്നത്. അല്ലാതെ ദൈവത്വത്തിന്റെ സ്വഭാവ വിശേഷതകൾ യേശു ഉപേക്ഷിച്ചിട്ടല്ല വന്നത്. അങ്ങനെ സ്വഭാവം ഉപേക്ഷിച്ചാൽ യേശുവിന് ദൈവമായിരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. തന്റെ സ്വഭാവം വെടിഞ്ഞുകൊണ്ട്, സ്വഭാവം ത്യജിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ആട്രിബ്യൂട്ട്സ് ത്യജിച്ചുകൊണ്ട് യേശുവിന് തുടർന്ന് ദൈവമായിരിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. മാത്രമല്ല, ഇവിടെ പിതാവായ ദൈവം പുത്രനെ എന്തെങ്കിലും നിർബന്ധിച്ച് യേശുവിന്റെ ദൈവത്വത്തെ ഉപേക്ഷിപ്പാനായിട്ട് എന്തെങ്കിലും നിർബന്ധം ചെലുത്തി തന്നെത്താൻ ഒഴിപ്പിച്ചതുമല്ല ഇവിടെ പറയുന്നത്. യേശു തന്നെത്താൻ ഇറങ്ങി വന്നു എന്നുള്ളതാണ് സത്യമായ കാര്യം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു രാജാവ് അദ്ദേഹത്തിന്റെ അദ്ദേഹം രാജാവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നു? തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം തന്റെ രാജകീയ വേഷം മാറ്റിവെച്ചിട്ട് അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏത് നിമിഷം വേണമെങ്കിലും തന്റെ അധികാരം ഉപയോഗിക്കാനായിട്ട് കഴിയും. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അത് എക്സർസൈസ് ചെയ്യുന്നില്ല. യേശുവും അതാ പറഞ്ഞത്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഗതസമന തോട്ടത്തിൽ യേശു പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ എന്റെ പിതാവിനോട് ഒരു കൂട്ടം ദൂതന്മാരെ ഇറക്കി എന്നെ ശുശ്രൂഷിക്കാൻ, എന്നെ സംരക്ഷിക്കാൻ എനിക്ക് പറയാൻ അധികാരമില്ല എന്ന് തോന്നുന്നുവോ? പക്ഷെ യേശുവിന് അപ്പോഴും ആ അധികാരം ഉണ്ടെന്ന അർത്ഥം. പക്ഷെ എന്ത് ചെയ്തില്ല? യേശു അത് എക്സസൈസ് ചെയ്തില്ല, ആ അധികാരം ഉപയോഗിച്ചില്ല. എന്ന് പറഞ്ഞാൽ ദൈവം എന്നുള്ള നിലയ്ക്ക് തനിക്ക് ഉപയോഗിക്കാമായിരുന്ന ഈ വിധത്തിലുള്ള പദവികൾ അവിടുന്ന് ഒഴിച്ചു വെച്ചിട്ട്, അത് ത്യജിച്ചിട്ടാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. അതിന്റെ അർത്ഥം യേശുവിന്റെ ദൈവത്വം ത്യജിച്ചെന്നോ, ദൈവത്വത്തിലുള്ള ആട്രിബ്യൂട്ട്സ്, സ്വഭാവ സവിശേഷതകൾ ത്യജിച്ചു എന്നോ അല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ യേശു കർത്താവ് എന്തുകൊണ്ട് ഈ മനുഷ്യവേഷം എടുത്തു എന്നത് നമുക്കറിയാം, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് പോലെ ഇത് നമുക്കൊരു മാതൃക കൂടെയാണ്. ക്രിസ്തയേശുവിലുള്ള യേശുവിനെ നമ്മുടെ കർത്താവായി സ്വീകരിക്കുക മാത്രമല്ല, യേശു ക്രിസ്തുവിലുള്ള സ്വഭാവം കൂടെ നമ്മിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ്. നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കടക്കുമ്പോൾ 7-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു, ദാസരൂപം എടുത്തു. യേശു എന്ത് ചെയ്തു? ദാസരൂപം എടുത്തു. ടേക്കിംഗ് ദ ഫോം ഓഫ് എ ബോണ്ട് സെർവന്റ് എന്നാണ് നമുക്ക് ഇംഗ്ലീഷിലെ മോസ്റ്റ് ഓഫ് ദ വേർഷൻസിൽ കാണുവാനായിട്ട് കഴിയുന്നത്. സെർവന്റും ബോണ്ട് സെർവന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ബോണ്ട് സെർവന്റ് എന്ന് പറഞ്ഞാൽ
മുദ്രിതനായ അടിമ എന്ന് പറഞ്ഞാൽ ലൈഫ് ലോങ് അടിമയായിരിക്കുക എന്നുള്ളതാണ്. സെർവന്റ് എന്ന് വേണമെങ്കിൽ ഇടയ്ക്ക് ജോലി ചെയ്യാം, ശമ്പളം മേടിക്കാം, പോകാം. പക്ഷെ അടിമ അങ്ങനെയല്ല. അടിമ പൂർണ്ണമായും യജമാനന് വേണ്ടി തന്നെ ജീവിതകാലം മുഴുവനും സമർപ്പിച്ചിരിക്കുന്നവനെയാണ് ബോണ്ട് സെർവന്റ് എന്ന് പറയുന്നത്. ഈ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ടേക്കിംഗ് ദ ഫോം ഓഫ് ബോണ്ട് സെർവന്റ്, ഒരു ദാസന്റെ രൂപം എടുത്തു എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, പൗലോസ് അപ്പോസ്തലൻ തുടർന്ന് അടുത്ത വാക്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട് യേശു എങ്ങനെയാണ് തന്നെത്താൻ ഒഴിച്ചത്, തന്നെത്താൻ എംപ്റ്റി ആക്കിയത് എന്ന് അടുത്ത ഭാഗത്ത് പറയുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ ഓർപ്പിച്ചു. ഈ വാക്യം അതാ വ്യക്തമാക്കുന്നത്. ഈ വാക്യവും അല്ലെങ്കിൽ അടുത്ത വാക്യവും അടുത്ത ഭാഗവും ഇതാണ് വ്യക്തമാക്കുന്നത്. യേശു എങ്ങനെ തന്നെത്താൻ ഒഴിച്ചു എന്ന് ഈ വാക്യം പറയുകയാണ്. അതായത് അവൻ ദാസരൂപം എടുത്തു, ഫോം ഓഫ് എ ബോണ്ട് സെർവന്റ്. അപ്പോൾ ദൈവമായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിന്റെ സ്വഭാവ സവിശേഷതകൾ തന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഒരു രാജാവ് ദാസനായി ഒരു ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ജോലി ചെയ്യുന്നത് പോലെ യേശു ഭൂമിയിൽ ദാസരൂപം എടുത്ത് ഇറങ്ങി വന്നിരിക്കുകയാണ്. ആമേൻ. അപ്പോ നോട്ട് മിയർലി ദ ഫോം ഓഫ് എ മാൻ. നമ്മുടെ തീം മറക്കരുത്. ഈ വിഷയത്തിന് ദൈവശാസ്ത്ര പ്രാധാന്യമുള്ളപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലൻ ഇതിലൂടെ സഭയ്ക്ക് കൈമാറുന്ന വലിയൊരു സന്ദേശം അത് മറക്കരുത്. അതെന്താണ്? നിങ്ങൾ താഴ്മയുള്ളവരാകണം. യേശുക്രിസ്തുവിലുള്ള താഴ്മ എന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കണം. അത് പറയുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്നത് യേശു താഴ്മ ധരിച്ചപ്പോൾ, തന്നെത്താൻ എംപ്റ്റി ചെയ്തപ്പോൾ ഏത് വരെ ഇറങ്ങി വന്നു? ദാസനെ പോലെ ദാസരൂപത്തിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷ ചെയ്യുവാനും അനേകർക്ക് വേണ്ടി തന്നെ താൻ കൊടുപ്പാനും വേണ്ടിയിട്ട് അത്രേ ഇറങ്ങി വന്നത് എന്ന് യേശു ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ആമേൻ. അപ്പോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ലാബോൻ എന്ന ഗ്രീക്ക് വാക്കാണ് ടേക്കിംഗ്, ദാസരൂപം എടുത്തു എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. എടുത്തു എന്നതിന് ലാബോൻ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യേശു തനിക്കുള്ളതെല്ലാം വിട്ടിട്ട് പുതുതായിട്ടൊന്ന് എടുത്തു എന്നല്ല, ഉണ്ടായിരുന്നതിനോടൊപ്പം ഇൻ അഡീഷൻ ദാസരൂപം കൂടെ എടുത്തു എന്ന ആശയത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്വം വെടിഞ്ഞില്ല, എന്നാൽ ദാസരൂപം എടുത്തു. ഇൻ അഡീഷൻ, ആസ് ഹി ഈസ് ബീയിങ് ഗാഡ്, he in addition took the form of a bond servant എന്ന ആശയത്തിലാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. കർത്താവ് തന്റെ ജീവിതം കൊണ്ട്, ശുശ്രൂഷ കൊണ്ട് അത് വ്യക്തമാക്കുകയും ചെയ്തു. തന്റെ ശിഷ്യന്മാരുടെ കാൽ കഴുകുന്ന അത്രയും താഴ്മയിലേക്ക് യേശു ഇറങ്ങി വന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, സഭയ്ക്ക് ഈ ഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്. ക്രിസ്തയേശുവിലുള്ള ഈ സ്വഭാവമാണ് ദൈവസഭയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത് എന്ന് യേശുവിനെ മാതൃകയാക്കി ജീവിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ആമീൻ. അപ്പോ നോക്കുക, ഇവിടെ ഫോം ഓഫ് എ സെർവന്റ് എന്ന് പറയുന്നത് ഏറ്റവും താഴ്ന്ന തലമാണ്. എന്ന് പറഞ്ഞാൽ രണ്ട് എക്സ്ട്രീം ലെവൽസ് ആണ്. ദൈവം എന്ന നിലയ്ക്ക് യേശു ആരാണ്? രാജാതിരാജാവാണ്, സകലത്തിന്റെയും കർത്തൃത്വമുള്ളവനാണ്, ഏറ്റവും അത്യുന്നതനാണ്. ആ നിലയിൽ നിന്ന് ഏറ്റവും താഴേക്ക്, എക്സ്ട്രീം ലോലിനെസ്സിലേക്ക് യേശു ഇറങ്ങി വരികയാണ്. രണ്ട് എക്സ്ട്രീം തലത്തിലേക്ക്, ഏറ്റവും മുകളിൽ നിന്ന് ഏറ്റവും താഴേക്ക് ഇറങ്ങി വരികയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കുള്ള ഒരു പദവികളും യേശുക്രിസ്തുവിലുള്ള ഭാവം നമ്മിൽ ഉണ്ടായിരിക്കുവാൻ തടസ്സമാകരുത്. യേശുവിന് ദൈവമായിരുന്ന, രാജാതിരാജാവായ അല്ലെങ്കിൽ ദൈവമായിരിക്കുന്ന യേശുവിന് ദാസരൂപം എടുത്ത് ഇറങ്ങി വരാൻ, നമ്മൾ നിമിത്തം ദാസരൂപം എടുത്ത് ഇറങ്ങി വരാൻ കഴിഞ്ഞെങ്കിൽ നമ്മോട് പറയുകയാണ് ആ ഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ അറിവ്, നമ്മുടെ മറ്റ് പ്രത്യേകമായ കഴിവുകൾ, ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വിഷയമല്ല. യേശുവിനുള്ള ദാസരൂപം ധരിക്കാൻ നമ്മുടെ ഈ പറയുന്ന യാതൊന്നും തടസ്സമാകരുത്. അത്രയും ഹയർ റാങ്കിൽ നിന്ന് യേശു ഏറ്റവും താഴത്തെ അവസ്ഥയിലേക്ക് ഇറങ്ങി വന്നത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. അപ്പോൾ യേശു തന്റെ ജീവിതകാലത്ത് ശുശ്രൂഷാവേളയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് തന്റെ ജീവിതം കൊണ്ട് എന്ത് ചെയ്തു? തെളിയിച്ചു. ശിഷ്യന്മാരെ കാൽ കഴുകിക്കൊണ്ടും അവരെ ശുശ്രൂഷ ചെയ്തുകൊണ്ടും അവരോടൊപ്പം നടന്നുകൊണ്ടും ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടും കർത്താവ് ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്
അന്ന് റബിമാർ അവർ മുഖ്യ സ്ഥാനം അലങ്കരിക്കാൻ ഒരു സ്ഥലത്ത് ചെന്നാൽ അവർ പ്രധാന സീറ്റ് അവർക്ക് വേണ്ടി റിസർവ് ചെയ്യണം. അവരവിടെ പോയി ഇരിക്കും, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കും. അതൊക്കെയാണ് അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ യേശു എന്ത് ചെയ്തു? സാധാരണക്കാരുടെ ഇടയിലൂടെ നടന്നു. തൻ്റെ ശിഷ്യന്മാരോടൊപ്പം ജീവിച്ചു, അവരോടൊപ്പം നടന്നു, അവരോടൊപ്പം ഉറങ്ങി, അവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. അവർ സഞ്ചരിച്ച പടയിൽ അതേ സ്റ്റേറ്റസിൽ യേശു സഞ്ചരിച്ചു. ആമേൻ. അപ്പോൾ ആ രീതിയിൽ ഇനി പുറപ്പാട് പുസ്തകം 21:32 നമ്മൾ വരുമ്പോൾ ഒരു ദാസന്റെ ആമേൻ വിലയാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ യൂദാസ് എത്ര വെള്ളിക്കാശ്? 30 വെള്ളിക്കാശ് എന്ന് പറയുന്നത് ഒരു അടിമയ്ക്ക് ഇടുന്ന വിലയാണ്. 30 വെള്ളിക്കാശ് എന്ന് പറയുന്നത് എക്സോഡസ് ചാപ്റ്റർ 21:32 എന്ന് പറഞ്ഞാൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ പോലും അതിനുപയോഗിച്ച ആ സംഖ്യ, വെള്ളി നാണയം 30 വെള്ളിക്കാശ് എന്ന് പറയുന്നത് പോലൊരു അടിമയുടെ വിലയാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ ആ ഒറ്റിക്കൊടുക്കുമ്പോൾ പോലെ ഇൻഡയറക്റ്റ് ആയിട്ട് യേശു ദാസന്റെ വിലയാണ് ഈ ഭൂമിയിൽ വന്നപ്പോൾ തനിക്ക് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ താൻ സ്വയം എടുത്തത് എന്നുള്ളത് അവിടെ ആമേൻ വ്യക്തമാക്കുകയാണ്. അതുപോലെ യേശുവിന്റെ മരണം നോക്കിയേ, ക്രിസ്തുവിന്റെ ആമേൻ മരണം. അന്ന് ഒരു റോമാ പൗരനെ ഒരിക്കലും ക്രൂശിൽ കൊല്ലുകയില്ലായിരുന്നു. എന്ത് തെറ്റ് ചെയ്താലും, എത്ര കഠിനമായ ചെയ്താലും, കഠിനമായ തെറ്റ് ചെയ്താലും ഒരു റോമാ പൗരനാണെങ്കിൽ എന്ത് ചെയ്യില്ല? ക്രൂശിൽ തറച്ച് കൊല്ലുകയില്ല. അതിന് അവർക്ക് മരണത്തിന് പോലും അവർക്ക് പദവി കൊടുത്തിരുന്നു, ബിഹേഡ്, അല്ലെങ്കിൽ ശിരച്ഛേദം ചെയ്യുക. അപ്പോസ്തലനായ പൗലോസിനെ തലച്ഛേദം ചെയ്തു എന്ന് നമ്മൾ കാണുന്നു, ശിരച്ഛേദം ചെയ്തു, ഗളച്ഛേദം ചെയ്തു എന്ന് കാണുന്നു. പക്ഷെ യേശുവിന്റെ മരണം അക്കാലത്ത് ഏറ്റവും നീചമായ, ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും അപമാനിതമായ ഒരു ദാസന് കൊടുക്കുന്ന ഒരു മരണത്തിൽ പോലും യേശു ഏറ്റവും താഴ്മ ധരിച്ചു. തൻ്റെ മരണം കൊണ്ട് പോലും യേശു ഏറ്റവും താഴ്മയുള്ള മനോഭാവം കൈക്കൊണ്ടു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് ഈ ഭാഗത്ത് യേശു ദാസരൂപം എടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത് യേശു എങ്ങനെ തന്നെത്താൻ എംപ്റ്റി ചെയ്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ അതിനെ വിശദീകരിക്കുന്നത് കൂടെയാണ്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കൂടെയാണ്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കൂടെയാണ്. ഹൗ ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് എന്നുള്ളത്. അതുപോലെ അടുത്ത് പറയുകയാണ്, അവിടുന്ന് മനുഷ്യ സാദൃശ്യത്തിലായി. മെയ്ഡ് ഇൻ ദ ലൈക്നെസ് ഓഫ് മാൻ, മെയ്ഡ് ഇൻ ദ ലൈക്നെസ് ഓഫ് മാൻ, മനുഷ്യ സാദൃശ്യത്തിൽ ആയി. എന്തിനാ മനുഷ്യ സാദൃശ്യത്തിലായത്? നമുക്ക് റോമാലേഖനം 8-3 റോമൻസ് 8:3 അവിടെ ഇതിന്റെ ഒരു ദൈവശാസ്ത്ര കാരണം പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. എന്തുകൊണ്ട് യേശു മനുഷ്യനായി ഇറങ്ങി വന്നു? ഒരിക്കൽ ഒരാൾ ചോദിച്ച ചോദ്യമാണ്, ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കാനായിട്ട്, ദൈവം സർവശക്തനാണ്, മനുഷ്യനെ രക്ഷിക്കാനായിട്ട് ദൈവത്തിന് മറ്റെന്തെല്ലാം മാർഗം ഉപയോഗിക്കാമായിരുന്നു എന്ന്. പക്ഷേ വേറെ ഒരു മാർഗവും മനുഷ്യനെ രക്ഷിക്കാൻ പര്യാപ്തം അല്ലായിരുന്നു. ഒരൊറ്റ മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മനുഷ്യനെ അവന്റെ പാപത്തിന് തക്കവണ്ണം ശിക്ഷ വിധിക്കുക. ആ ശിക്ഷ ഒരുവൻ ഏറ്റെടുത്തേ മതിയാകൂ മനുഷ്യന് പാപത്തിൽ നിന്ന് പരിഹാരം ഉണ്ടാകണമെങ്കിൽ. അതിനുവേണ്ടിയാണ് യേശു മനുഷ്യ സാദൃശ്യത്തിൽ ഇറങ്ങി വന്നത്. റോമർ 8:3 നമ്മൾ കാണുന്നത് ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ലോകത്തിലേക്ക് അയച്ചു എന്നാണ്. ദ ലൈക്നെസ് ഓഫ് സിൻഫുൾ ഫ്ലഷ്, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ. നമ്മൾ ശരീരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ജഡത്തിൽ, ശരീരത്തിൽ നമ്മിൽ പാപമുള്ളത് കൊണ്ട് ഈ പാപജഡത്തിന്റെ, നമ്മുടെ പാപ ശരീരത്തിന്റെ രൂപത്തിൽ, ആ സാദൃശ്യത്തിൽ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ യേശു ലോകത്തിൽ എന്തുകൊണ്ട് മനുഷ്യനായി വന്നു എന്നതിന് പൗലോസ് അപ്പോസ്തലൻ തന്നെ മറ്റൊരു ലേഖനത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനമാണ്, ദൈവം യേശുവിനെ നമ്മുടെ പാപത്തിന് ശിക്ഷ വിധിക്കേണ്ടതിന് പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ ലോകത്തിലേക്ക് അയച്ചു. എന്നിട്ട് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നാം അനുഭവിക്കേണ്ട ശിക്ഷ യേശുവിന്റെ പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്ന യേശുവിന്റെ മേൽ വിധിച്ചു. ആമേൻ. അതുപോലെ എബ്രായർ 4:15 പറയുന്നുണ്ട്, ഇറ്റ് ബിഹോവ്ഡ് ഹിം ടു ബി മെയ്ഡ് ലൈക്ക് അൺടു ഹിസ് ബ്രദറൻ, സഹോദരന്മാരെ പോലെ, സഹോദരന്മാർ മാംസരക്തങ്ങളോടുകൂടിയവർ ആയതുകൊണ്ട് അവനും അവരെ പോലെ മാംസരക്തങ്ങളോടുകൂടിയവനായി ലോകത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മളെയാണ്. നാം ജഡരക്തങ്ങളോടുകൂടിയവർ ആയതുകൊണ്ട് യേശുവും എന്ത് ചെയ്തു?
ജഡരക്തങ്ങളോടുകൂടിയവനായി ലോകത്തിലേക്ക് വന്നു എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെന്തെങ്കിലും രൂപത്തിലായിരുന്നെങ്കിൽ യേശു ആ രൂപത്തിൽ വന്നേനെ, നമ്മൾ പാപം ചെയ്തിരുന്നെങ്കിൽ. ഹല്ലേലൂയ. നമ്മൾ ജഡരക്തങ്ങളോടുകൂടിയവരായതുകൊണ്ട്. പക്ഷെ നമുക്ക് മറ്റു രൂപത്തിൽ അല്ല ദൈവം നമ്മെ സൃഷ്ടിച്ചത്, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചു. നോക്കൂ, ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ നമ്മെ സൃഷ്ടിച്ചു. എന്നിട്ട് പാപം ചെയ്തപ്പോൾ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെട്ടു. ആ ദൈവം എന്ത് ചെയ്തു? താൻ സൃഷ്ടിച്ച മനുഷ്യന്റെ അതേ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് വരികയാണ്. ദൈവം സൃഷ്ടിച്ച മനുഷ്യന്റെ അതേ സാദൃശ്യത്തിൽ ദൈവം ഭൂമിയിലേക്ക് വരികയാണ്. എന്നിട്ട് താൻ സൃഷ്ടിച്ച ഈ മനുഷ്യൻ ജഡത്തിൽ ചെയ്ത പാപത്തിന് പരിഹാരം ആ മനുഷ്യ സാദൃശ്യത്തിൽ വന്ന ഈ ദൈവം തന്നിലേറ്റെടുത്ത് ആ ശിക്ഷ സ്വയം ചുമക്കുകയാണ്. എന്തിനാ? വീണ്ടും നമ്മെ ദൈവത്തോടുള്ള സാദൃശ്യത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധത്തിലേക്ക്, ദൈവത്തിന്റെ തേജസ്സിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട്. ആമേൻ. ചിലര് ഇത് ഒരു ലോജിക്ക് അല്ലാത്തതുപോലെ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലർ തർക്കിക്കാറുണ്ട്. പക്ഷേ ദൈവം കണ്ട ഏക പരിഹാര മാർഗം നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, ദൈവത്തിലേക്ക് നമ്മെ മടക്കി വരുത്തുവാൻ വേണ്ടി ദൈവം കണ്ട ഏക പരിഹാര മാർഗം തന്നെത്താൻ ഒഴിച്ച് മനുഷ്യവേഷത്തിൽ, ദാസരൂപത്തിൽ, മനുഷ്യ സാദൃശ്യത്തിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ്. ഹല്ലേലൂയ. അടുത്ത നമ്മൾ കാണുന്നു 8-ാമത്തെ വാക്യത്തിൽ, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, ബീയിങ് ഫൗണ്ട് ഇൻ ഫാഷൻ ആസ് എ മാൻ. ബീയിങ് ഫൗണ്ട് ഇൻ ഫാഷൻ ആസ് എ മാൻ. മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ആമേൻ. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യനായിട്ട്. യേശു ജനിച്ചപ്പോഴേക്കും യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ കാണാനാണ് വന്നത്. അവർ യെരുശലേമിനെ ലക്ഷ്യമാക്കി, യെരുശലേമിന്റെ പരിസരത്ത് എവിടെയോ ആണ് യഹൂദന്മാരുടെ രാജാവ് എന്ന് പ്രതീക്ഷിച്ച് വരികയാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? നേരെ വന്ന് യെരുശലേമിൽ വന്ന് അവിടെ കൊണ്ടായിരുന്ന കൊട്ടാരത്തിൽ അന്വേഷിച്ചു. കാരണം രാജാവായി പിറക്കാനായിട്ട് സാധ്യത, മനുഷ്യന്റെ ബുദ്ധിയിൽ സാധ്യത കൊട്ടാരമായിരുന്നു. പക്ഷേ യേശു വന്നത് എങ്ങനെ? ബീങ് ഫൗണ്ട് ഇൻ ഫാഷൻ ആസ് എ മാൻ, ഒരു കോമൺ മാൻ ആയിട്ട്, ഒരു സാധാരണ മനുഷ്യനായിട്ട്. അവൻ മറ്റൊരു സാധാരണ മനുഷ്യനേക്കാൾ ഉപരിയായ മറ്റൊരു പ്രത്യേകതകളും പറയാനില്ലാത്തവനായിട്ട് അവൻ യേശു ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ. തന്നിൽ, അല്ലെങ്കിൽ ദൈവമായിരുന്നവൻ തന്നെത്താൻ ഒഴിച്ചിട്ട് മനുഷ്യന്റെ രൂപം തന്നിലേറ്റെടുക്കുകയാണ്. ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് തന്നിൽ ഉണ്ടായിരിക്കുമ്പോൾ, ആ ഡൈറ്റി ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഹി ടുക്ക് അപ്പോൺ ഹിംസെൽഫ് ഓൾ ദ ആട്രിബ്യൂട്ട്സ് ഓഫ് എ മാൻ. ഇൻ അഡീഷനായിട്ട് മനുഷ്യന്റെ ആട്രിബ്യൂട്ട്സ് തന്നിലേക്ക് എടുക്കുകയാണ്. മനുഷ്യ സ്വഭാവം, മനുഷ്യന്റെ സവിശേഷതകൾ യേശു തന്നിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ. നമ്മള് യേശുവിന്റെ ചിത്രമൊക്കെ ചിലർ വരച്ചിരിക്കുമ്പോൾ അതിന് പ്രത്യേകത, ബാക്കി എല്ലാവരിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തതയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, കാണുന്നവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനൊരു ദിവ്യത്വമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുകൊണ്ട്, ഇമാജിൻ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകൾ സൃഷ്ടിച്ച് പിക്ചർ പോർട്രേ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ യേശു നടന്നപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകതകളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗതസമനത്തോട്ടത്തിൽ ഒറ്റിക്കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശുവിന്റെ ഈ പ്രത്യേകത പറഞ്ഞു കൊടുത്താൽ മതി. ഇങ്ങനെ തലയ്ക്ക് ചുറ്റും പുറകിൽ ഒരു വട്ടമുള്ള പുള്ളിയാണ് യേശു എന്ന് പറഞ്ഞു കൊടുത്തിട്ട് യൂദാസിനെ ഇവരെ പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ യേശുവിനെ സാധാരണക്കാരുടെ ഇടയിൽ കണ്ടാൽ പ്രത്യേകത ഒന്നും തോന്നാനില്ല, മറ്റുള്ളവരെ പോലെ തന്നെയാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാധാരണക്കാരനായി യേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. അവൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ. തന്നെത്താൻ താഴ്ത്തി. ഹി ഹംബിൾഡ് ഹിംസെൽഫ്. പൗലോസ് അപ്പോസ്തലൻ ക്രിസ്തയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കെനോസിസിലൂടെ യേശുവിന്റെ ഭാവത്തിന്റെ അൾട്ടിമേറ്റ് പറയുകയാണ്. അവൻ തന്നെത്താൻ താഴ്ത്തി. ഏറ്റവും ഉന്നതൻ, അത്യുന്നതൻ എന്ത് ചെയ്തു? ഹി ഹംബിൾഡ് ഹിംസെൽഫ്. ദാസരൂപത്തിലേക്ക്, മനുഷ്യ സാദൃശ്യത്തിലേക്ക് അവൻ തന്നെത്താൻ താഴ്ത്തി എന്ന് പ്രസ്താവിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ടാ നമ്മളോട് പൗലോസ് അപ്പോസ്തലൻ ഏതോ ചൂണ്ടിക്കാണിച്ചിട്ടാ പറഞ്ഞത്, ഈ ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അതൊരു അഭിനയമായിരുന്നില്ല, ഒരു കോൺസ്റ്റന്റ് ക്യാരക്ടറിസ്റ്റിക് ആയിരുന്നു. മനുഷ്യൻ എന്ന രീതിയിൽ യേശു തന്നെത്താൻ താഴ്ത്തിയത് യേശുവിന്റെ സ്ഥായിയായ, സ്ഥിരമായ ഒരു സ്വഭാവ വിശേഷത തന്നെയായിരുന്നു. അവൻ ബഹുമാനം ഇച്ഛിച്ചില്ല.
ജനത്തെ കൊണ്ട് പരേഡ് ചെയ്യിപ്പിച്ചില്ല. എൻ്റെ യേശു വിളിച്ചവരെയൊക്കെ നേരത്തെ ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ യേശു വലിയ മഹാന്മാരെ നോക്കി ചെന്ന് ഫിലോസഫേഴ്സിനെയും കിങ്സിനെയും അല്ലെങ്കിൽ ഹൈ പ്രീസ്റ്റ് പോലുള്ള പുരോഹിതന്മാരിലെ ഉന്നതന്മാരെയൊന്നും വിളിച്ച് തന്റെ പിന്നാലെ വരാനായിട്ട് പറഞ്ഞില്ല. അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഭയങ്കര പോപ്പുലാരിറ്റി കിട്ടുമായിരുന്നു. യേശു മരിക്കേണ്ടിയും വരത്തില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഇവരുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പേടിക്കേണ്ടത്, അല്ലെ? പക്ഷെ യേശു ഇവരുടെ ഒന്നും ആ, ഒരു ഇവരുടെ ഒരു അകമ്പടി സേവ ആഗ്രഹിച്ചില്ല, ചെയ്യിച്ചില്ല. യേശു അതെല്ലാം ത്യജിച്ചാണ് ലോകത്തിൽ വന്നപ്പോൾ ജീവിച്ചത്. ഹല്ലേലൂയ. അതുപോലെ യേശുവിന്റെ ജീവിത ശൈലി നോക്കിയാൽ ഏറ്റവും താഴ്മയുള്ള ജീവിതമാണ് കർത്താവ് നയിച്ചത്. ഹല്ലേലൂയ. യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വന്നതിനെ കുറിച്ച് പോലും ചില കാര്യങ്ങൾ പറയുമ്പോഴേക്കും ചിലർ പറയാറുണ്ട്, നമ്മൾ ഈ ലക്ഷൂറിയസ് ലൈഫ്, അതുപോലെ പ്രോസ്പെരിറ്റി, എല്ലാറ്റിലും ഭയങ്കരമായ പ്രോസ്പെരിറ്റി, എക്സ്ട്രീം പ്രോസ്പെരിറ്റി. ഞാൻ ദൈവമക്കൾക്ക് അനുഗ്രഹവും നന്മയും ഒക്കെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്, അങ്ങനെ പ്രസംഗിക്കുന്ന കൂട്ടത്തിലാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ, നമുക്ക് എല്ലാവർക്കും നല്ല വീടും നല്ല ജീവിത സൗകര്യങ്ങളൊക്കെ ഉണ്ടാകണം. പക്ഷേ എക്സ്ട്രീം പ്രോസ്പെരിറ്റി, ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കുന്ന ആ അനുഗ്രഹത്തെ കുറിച്ചൊക്കെ ഇൻസിസ്റ്റ് ചെയ്യുന്നവർ പറയാറുണ്ട്, അന്നത്തെ കാലത്ത് യേശു കഴുതപ്പുറത്ത് കയറി സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ റോൾസ് റോയ്സ് പോലെ ആയിരുന്നു അന്നത്തെ കഴുത എന്ന് ചിലർ പറയാറുണ്ട്. പക്ഷേ അവിടെ തന്നെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, അവൻ സൗമ്യതയുടെ അവൻ താഴ്മയുള്ളവനായി സൗമ്യതയുള്ളവനായി കഴുതക്കുട്ടി പുറത്ത് കയറി വരുന്നു, കഴുതയുടെ കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു എന്നാണ് പ്രവാചകൻ ഉദ്ധരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിനയത്തിന്റെ പ്രതീകമായിരുന്നു കഴുതക്കുട്ടിയെ തെരഞ്ഞെടുത്ത് യാത്ര ചെയ്യുന്നത് എന്നുള്ള ആശയത്തിലാണ് പ്രവാചകൻ അതിനെ പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ റോൾസ് റോയ്സിൽ സഞ്ചരിച്ചു എന്ന ആശയത്തിൽ അല്ല. എനിവേ, നമ്മുടെ വിഷയം അവിടെ അല്ല. യേശുവിന്റെ താഴ്മയെ കുറിച്ച് പറയുമ്പോൾ ജീവിതത്തിന്റെ എല്ലാ, ധരിച്ച വസ്ത്രം, സഞ്ചരിച്ച രീതി, യേശു ജനത്തോടുകൂടെ വസിച്ചത്, ഇതെല്ലാം ക്രിസ്തുവിന്റെ ആ താഴ്മയെ വരച്ചു കാണിക്കുന്നതാണ്. എന്നിട്ട് നമ്മോട് പറയുകയാണ്, ഈ ഭാവം നമ്മിലും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. മാത്രമല്ല, യേശുവിന് ഇത് നിമിത്തം കർത്താവിന് എന്ത് നേരിടേണ്ടി വന്നു? മരണം നേരിടേണ്ടി വരുന്നു. വെറും ഒരു മരണമല്ല, ക്രൂശ് മരണം. ഹല്ലേലൂയ. അത് എന്തിനു വേണ്ടിയാണ്? പിതാവിനെ അനുസരിക്കുന്നതിലാണ്. ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ബിക്കെയിം ഒബീഡിയന്റ് അൺടു ഡെത്ത്, ഈവൻ ദ ഡെത്ത് ഓഫ് ദ ക്രോസ്. ഹല്ലേലൂയ. മരണത്തോളം അനുസരിച്ചു, ക്രൂശിലെ മരണത്തോളം തന്നെ എന്നാ പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ ക്രൂശിലെ മരണത്തോളം അനുസരിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം പൂർണ്ണമായി. യേശു അനുസരിച്ചു, ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടും മരിക്കേണ്ടി വന്നിട്ടും പിതാവിനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ക്രൂശിലെ മരണത്തോളം തന്നെ എന്ന് പറഞ്ഞാൽ ക്രൂശിനെ എടുത്തു പറയുകയാണ്. ഹല്ലേലൂയ. യേശു പിതാവിനെ സകലത്തിലും അനുസരിച്ചു. He subjected himself to the law of God and wholly obeyed it. ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് പൂർണ്ണമായും വിധേയനായി. യേശു സ്നാനമേൽക്കാൻ വരുമ്പോൾ പറയുന്ന പദം എന്താ? ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. പാപം അറിയാത്തവൻ, പാപം ചെയ്യാത്തവൻ, നമ്മളെല്ലാം പറയുമ്പോൾ പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന സങ്കീർത്തനത്തിലെ വാക്യമാണ് നമുക്കെല്ലാം യോജിക്കുന്നത്. പക്ഷെ യേശു കന്യകയിൽ നിന്ന് ജനിച്ചവനാണ്. പാപമില്ലാതെ ജനിച്ച, പാപം ഇല്ലാതെ ജീവിച്ച, പൗലോസ് അപ്പോസ്തലനും എബ്രായ ലേഖനത്തിലൊക്കെ പറയുന്നത് പോലെ പാപം അറിയാത്തവൻ, പാപം നിഷ്കളങ്കനായ, പാപം ഒട്ടുമില്ലാത്ത, ലവലേശമില്ലാത്ത ആ ക്രിസ്തു എന്ത് ചെയ്തു? പിതാവിനെ ന്യായപ്രമാണം അനുസരിക്കാൻ, അല്ലെങ്കിൽ പിതാവിന്റെ പ്രമാണം, പിതാവിന്റെ കൽപ്പന അനുസരിക്കാൻ സ്നാനമേൽക്കാൻ വരികയാണ്. ബാക്കി എല്ലാവരും വന്ന് പാപം ഏറ്റുപറഞ്ഞാണ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുന്നത്. ബട്ട് ജീസസ് കെയിം നോട്ട് ടു കൺഫസ് ഹിസ് സിൻസ് ബട്ട് ടു ഒബേ ഗോഡ് ദ ഫാദർ. ഹല്ലേലൂയ. പിതാവായ ദൈവത്തെ അനുസരിക്കാൻ വേണ്ടി ജീസസ് കെയിം ആൻഡ് ബാപ്റ്റൈസ്ഡ് അണ്ടർ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. അതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനമേൽക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, യേശു ഇങ്ങനെ ദൈവത്തിന്റെ ന്യായപ്രമാണം ഭൂമിയിലായിരുന്നപ്പോൾ അതിനെ പൂർണ്ണമായും ഒബ്സർവ് ചെയ്തു. ഹല്ലേലൂയ. എങ്ങനെ? ആ ഗ്രേറ്റ് മീഡിയേറ്റർ ആയിട്ട് ആ ന്യായപ്രമാണത്തെ പൂർണ്ണമായും കർത്താവ് എന്ത് ചെയ്തു? അനുസരിച്ചു. ഹല്ലേലൂയ. ഒരു സോൾജിയർ, when he is morally certain that to obey will be followed by death,
ഒരു പടയാളി യുദ്ധസേവ ചെയ്യുമ്പോൾ അവനറിയാം മരണം വരെ പോരാടേണ്ടി വരും. യേശു അതിനേക്കാൾ അപ്പുറമായി അവൻ പിതാവാം ദൈവത്തെ അനുസരിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, യേശു മരിച്ചത് ക്രൂശിലെ മരണത്തോളം അനുസരിപ്പിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, അനുസരണമുള്ളവനായി തീർന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹി ഒബൈഡ് ഹിംസെൽഫ്, ഇറ്റ് വാസ് വോളണ്ടറി. സ്വയം ഈ വീണ്ടെടുപ്പുകാരൻ നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വയം അനുസരിക്കുകയായിരുന്നു, നിർബന്ധിച്ച് അനുസരിപ്പിച്ചതല്ല. ഈ ഭാവം നമ്മിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ചിൽഡ്രൻ, when you obey God, when you serve God, when you fear God, it should not be because your parents insist you or compel you. It should come out of your whole heart. Hallelujah. പൂർണ്ണ ഹൃദയത്തോടെ. That is the example we see in Jesus Christ. He was not compelled to obey God the Father, but he obeyed himself. There was no compulsion on him. Hallelujah. മരണം വരെ ഏറ്റവും വേദനാജനകമായ അപമാനം, അന്ന് ഏറ്റവും നീച മരണം എന്ന് പറയുന്ന ക്രൂശിൽ, അന്നത്തെ സമയത്ത് ക്രൂശിൽ ഒരുവനെ തറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നീചമായ ഒരു മരണമാണ്. അപമാനിക്കപ്പെടുന്ന മരണമാണ്. ഹല്ലേലൂയ. ഏറ്റവും എന്തു പറയാ, ശാപഗ്രസ്തമായ മരണമാണ്. ന്യായപ്രമാണ പ്രകാരവും അത് തന്നെയാണ്. നമ്മുടെ ശാപം മുഴുവൻ തന്നെ മേലെ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നുള്ളത് ന്യായപ്രമാണത്തിൽ നൽകിയിരുന്ന ഒരു വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു പ്രമാണമാണ്. അവിടെ ഡയറക്റ്റ് ഉദ്ദേശിക്കുന്നത് മരത്തിൽ തൂങ്ങി മരിക്കുന്നവൻ എന്ന ആശയത്തിലാണ്. മരത്തിൽ കയറി തൂങ്ങിച്ചാകുന്നവൻ ശപിക്കപ്പെട്ടവൻ, അങ്ങനെ മരിക്കരുത് എന്ന് പറയാനാണ്. പക്ഷേ അതിനകത്തൊരു പ്രവചന സ്വഭാവം ഉണ്ടായിരുന്നു. എന്താ അത്? യേശു മശിഹ ക്രൂശിൽ മരത്തിൽ തൂങ്ങി നമ്മുടെ ശാപം തന്റെ മേലേറ്റെടുത്ത് മരിക്കുക എന്നുള്ളൊരു പ്രവചനം കൂടെ ആ വാക്യത്തിനകത്ത്, പഴയ നിയമത്തിലെ ആ വ്യവസ്ഥയ്ക്കകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആരായി തീർന്നു? അനുഗ്രഹീതരായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ ശാപം യേശു തന്റെ മേൽ വഹിച്ച്, നമ്മുടെ ശാപം മുഴുവൻ യേശു തന്റെ മേൽ ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി ശാപമരണം സഹിച്ചതുകൊണ്ട് നാം അനുഗ്രഹീതരായി തീർന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീർന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിന് ദൈവത്തിന് എത്ര നന്ദി പറയണം, എത്ര മഹത്വം അർപ്പിക്കണം. നമുക്ക് വേണ്ടി ശാപമരണം സഹിച്ച, ഏറ്റവും നിന്ദ്യമായ നീചമായ മരണം സഹിച്ച ക്രിസ്തുവിന്റെ ആ അനുസരണഭാവം നമ്മിലും ഉണ്ടായിരിക്കണം. നമുക്ക് പലപ്പോഴും അനുസരിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ തലക്കനമാണ്, നമ്മുടെ ജഡമാണ്, ഞാനാണ്, ഈഗോയാണ്, അല്ലെ? ഹല്ലേലൂയ. ആണ് പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. പണ്ടൊരാള് പറഞ്ഞത്, ഐ എന്ന ലെറ്റർ, ഇംഗ്ലീഷിൽ ഐ എന്ന ലെറ്റർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ലെറ്ററാണ്, നിവർന്നു നിൽക്കും. ഹല്ലേലൂയ. നമ്മള് പലപ്പോഴും നമുക്ക് ഇച്ചിരി കൂനൊക്കെ വരാറുണ്ട്, അല്ലേ? പ്രായം മുന്നോട്ട് പോകുന്തോറും നമ്മള് നട്ടലൊക്കെ ചെറിയതായിട്ട് കുനിയാറുണ്ട്. അപ്പൊ ചിലർ പറയും മനഃപൂർവ്വം നെഞ്ച് വിരിച്ച് നിവർന്ന് നടക്കണം, അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഭയങ്കര കൂനായി പോകും എന്നൊക്കെ പറയാറുണ്ട്. എനിവേ, ഐ എന്ന ലെറ്റർ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഐ വളഞ്ഞ് അതിങ്ങനെ കറങ്ങി അതിങ്ങനെ വളഞ്ഞ് ഏറ്റവും താഴെ വന്ന് ആ ഐയുടെ തല വന്ന് കാലിൽ മുട്ടിയെങ്കിലേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. ഐയുടെ തല കാലിൽ മുട്ടുമ്പോൾ എന്ത് രൂപമാകും? ഓയാകും, അല്ലെങ്കിൽ സീറോയാകും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമ്മൾ സീറോയായി മാറുമ്പോഴാണ് ദൈവത്തിന്റെ ഉന്നതമായ അനുഗ്രഹങ്ങൾക്ക് അവകാശികളായി തീരുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ താഴുക, താഴ്മയുള്ള മനോഭാവം ഉണ്ടായിരിക്കുക, മറ്റൊരുവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്നുക, തന്നെത്താൻ താഴ്ത്തുക, ഈ മാതൃകയെല്ലാം യേശുവിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. സ്വർഗം വെടിഞ്ഞ് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഏറ്റവും അത്യുന്നതനായവൻ, അതിന് മുകളിലൊരു സ്ഥാനമില്ല, ഏറ്റവും താഴേക്ക് ദാസനായി ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ കർത്താവിനെ കാണിച്ചിട്ട് ഈ ഭാവം നമ്മിലും ഉണ്ടായിരിക്കണം. ആ ഭാവത്തിനകത്ത് എന്തുണ്ട്? പിതാവിനോടുള്ള പൂർണ്ണമായ അനുസരണമുണ്ട്. പലപ്പോഴും നമുക്ക് ദൈവപിതാവിനെ സകലത്തിലും അനുസരിക്കാൻ കഴിയാത്തതിന് പല കാരണങ്ങളുണ്ട്. ചിലർക്ക് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒരു പ്രശ്നമാണ്, ചിലർക്ക് അവരുടെ സമൂഹം ഒരു പ്രശ്നമാണ്, ചിലർക്ക് അവരുടെ ജോലി ഒരു പ്രശ്നമാണ്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയണമെങ്കിൽ തന്നെത്താൻ ത്യജിക്കണം, തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് നാൾതോറും എന്നെ അനുഗമിക്കണം. ഹല്ലേലൂയ. അല്ലാത്തവർക്ക് എൻ്റെ ശിഷ്യനായിരിക്കുവാനായിട്ട് കഴിയുകയില്ല. തന്നെത്താൻ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ തന്നെത്താൻ മരിപ്പിക്കുക എന്നുകൂടെയാണ് അർത്ഥം. ഡിനൈ ഹിംസെൽഫ്.
ഹല്ലേലൂയ. യേശുവിന്റെ പിന്നാലെ വരുന്നവർക്ക് യേശുവിന്റെ ഭാവം ഉണ്ടായിരിക്കണം. നാം വെറും ഭൗതികമായ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി മാത്രമല്ല യേശുവിന്റെ പിന്നാലെ വന്നത്. ആമേൻ. അങ്ങനെ അങ്ങനെ ഒരു പരമപ്രധാന ലക്ഷ്യമൊന്നും നമുക്ക് ഉണ്ടായിരിക്കാനും പാടില്ല. പൗലോസ് അപ്പോസ്തലൻ അവരെ കുറിച്ചാണ് പറയുന്നത്, നിങ്ങൾ ഈ ഭൂമിയിൽ മാത്രം യേശുക്രിസ്തുവിൽ പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ ലോകത്തിലെ മറ്റു മനുഷ്യരെക്കാൾ നിങ്ങളുടെ കാര്യം കഷ്ടമാണ്, അരിഷ്ടന്മാരാണ്, ദൗർഭാഗ്യമാണ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശുവിനെ നാം ആരാധിക്കുന്നത്, സ്നേഹിക്കുന്നത്, സേവിക്കുന്നത് ഈ ഭൂമിയിലെ ഉയർച്ചയ്ക്ക്, പദവിക്ക്, സാമ്പത്തിക അഭിവൃദ്ധിക്ക്, നന്മയ്ക്ക് വേണ്ടി മാത്രമാണെങ്കിൽ, ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ, നമ്മൾ ഈ ലോകത്തിലെ മനുഷ്യരെക്കാൾ കഷ്ടമാണ് നമ്മുടെ കാര്യം എന്ന് പറയുകയാണ്. കാരണം ഇതൊക്കെ അവർക്ക് യേശുവിനെ അനുസരിക്കാതെ തന്നെ കിട്ടുന്നുണ്ട്, അല്ലെ? നമ്മൾ യേശുവിന്റെ പിന്നാലെ വരുമ്പോഴേക്കും, യേശുവിനെ അനുസരിക്കുമ്പോൾ ഇത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ നമ്മൾ അവരെക്കാൾ കഷ്ടമാണ്. ഹല്ലേലൂയ. ലോകത്തിലെ ധനവാന്മാരെ പലരും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് പലർക്കും ദൈവവിശ്വാസം പോലും ഇല്ലാത്തവരാണ്. ചിലർ പറയാറുണ്ട്, ദൈവത്തെ പോലും അറിയാം, ദൈവത്തെ സ്നേഹിക്കാത്ത അവർക്ക് ഇത്രയും ഭയങ്കര അനുഗ്രഹമൊക്കെ ഉണ്ടായല്ലോ, പിന്നെ ദൈവത്തെ വിളിക്കണമെന്ന് നിർബന്ധം എന്താ? അനുഗ്രഹത്തിന് വേണ്ടി, ഭൗതിക അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അല്ല ദൈവത്തിന്റെ പിന്നാലെ വരേണ്ടത്. ദൈവം തന്റെ ജനത്തെ പുലർത്തും, നടത്തും, കരുതും, നമുക്ക് ആവശ്യമായതൊക്കെയും തക്ക സമയത്ത് ഒരുക്കുമെന്നുള്ളത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കരുതലിന്റെ ഭാഗമാണ്. പക്ഷെ അതിനു വേണ്ടിയല്ല നാം യേശുവിന്റെ പിന്നാലെ വരുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും നമ്മെ അവകാശികളാക്കുവാൻ, നമുക്ക് വേണ്ടി നമ്മുടെ സകല ശാപവും തന്റെ മേൽ ഏറ്റെടുത്ത ആ ക്രിസ്തുവിനെ മാതൃകയാക്കി നിത്യതയിലെത്തുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതിനാ നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാത്ത ഒരാൾക്ക് ക്രിസ്ത്യാനി എന്ന് പറയാൻ അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്തുവിന്റെ ശിഷ്യൻ എന്ന് പറയാൻ അവകാശമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ യേശു ക്രൂശിലെ മരണത്തോളം തന്നെ ഏറ്റവും നിന്ദ്യമായ, നീചമായ മരണം സഹിക്കാൻ തയ്യാറായി, അല്ലെങ്കിൽ സഹിച്ചുകൊണ്ട് പിതാവിനെ അനുസരിച്ചു എന്ന് പൗലോസ് അപ്പോസ്തലൻ കുറിച്ചിട്ട് പറയുകയാണ്. ഈ ഭാവം നമ്മിലും ഉണ്ടായിരിക്കട്ടെ. ജീവൻ വെടിയേണ്ടി വന്നാലും ദൈവത്തിനായി മാത്രം. ഹല്ലേലൂയ. ഉയർ കൊടുക്കേണ്ടി വന്നാലും ദൈവവചനത്തിനും കൽപ്പനയ്ക്കും അതിനുവേണ്ടി നിലകൊള്ളുവാനായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുക കൂടെയാണ് അപ്പോസ്തലനായ പൗലോസ് ഈ ഭാഗത്തിലൂടെ ഈ കെനോസിസ് പാസേജിലൂടെ ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത പാസേജ്, ഇങ്ങനെ ചെയ്തതുകൊണ്ട് യേശുവിന് എന്തെങ്കിലും നഷ്ടം വന്നോ അതോ എന്തെങ്കിലും കോട്ടം വന്നോ എന്നുള്ളതിനെ വ്യക്തമാക്കുകയാണ്. അല്ല, ഏറ്റവും ഉയർച്ച പ്രാപിച്ചു എന്നുള്ളതാണ് അടുത്ത ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്ത് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി, ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. ഏറ്റവും ഉന്നതനായവൻ അത് വിട്ടാണ് തന്നെത്താൻ താഴ്ത്തി ഏറ്റവും താഴ്ചയിലേക്ക്, ദാസരൂപത്തിലേക്ക് ഇറങ്ങി വന്നത്. അതുകൊണ്ട് ഇനി യേശു ക്രൂശിലെ മരണത്തോളം അനുസരിച്ച് കഴിഞ്ഞപ്പോ ഇനി ആ അവസ്ഥ മതി എന്നല്ല പിതാവായ ദൈവം കരുതിയത്, ചെയ്തത്. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. ഹല്ലേലൂയ. അപ്പോ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇതൊരു യേശു തന്നെത്താൻ താഴ്ത്തിയതിന്റെ റിവാർഡ് കൂടെയാണ്, പ്രതിഫലം കൂടെയാണ് ഈ ഉയർച്ച എന്നുള്ളത് പറയുകയാണ്. യേശു തന്നെ പഠിപ്പിച്ചു, തന്നെത്താൻ താഴ്ത്തുന്നവൻ എല്ലാം ദൈവത്താൽ ഉയർത്തപ്പെടും. That he who humbles himself shall be exalted by God എന്ന് യേശു പഠിപ്പിച്ചു. അത് യേശുവിന്റെ ആ താഴ്മയിലും യേശുവിന്റെ അനുസരണത്തിലും കൂടെ തന്നെ യേശുവിൽ തന്നെ വ്യക്തമാക്കി തെളിയിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ എത്രത്തോളം യേശു താഴേക്ക് ഇറങ്ങി വന്നു, അത്രത്തോളം ആ തിരിച്ച് ഉയർച്ചയിലേക്ക് ആ പ്രോസസ്സ് നടക്കുകയാണ്. എന്ത് സംഭവിക്കുന്നു? ദൈവം ഏറ്റവും ഉയർത്തി എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ ഇനി ഒരു സ്ഥാനമില്ല. ഏറ്റവും ഉന്നതനാരാ? ദൈവമാണ്. ആ ദൈവം എന്ന ആ തലത്തിലേക്ക് തന്നെ ഉയർത്തി എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശു ഇപ്പോൾ എവിടെ ഇരിക്കുന്നത്? മധ്യസ്ഥന്റെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. പിതാവിന്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ യേശു ദൈവത്താൽ ഉയർത്തപ്പെട്ട് സ്വർഗാരോഹണം ചെയ്ത് പിതാവിന്റെ വലഭാഗത്ത് തന്റെ ശത്രുക്കൾ തന്റെ കാൽക്കീഴാകുവോളം
അങ്ങനെ ശത്രുക്കളെ കാൽക്കീഴാക്കി രാജ്യം പിതാവിന് തിരിച്ചേൽപ്പിക്കുന്നത് വരെ മധ്യസ്ഥന്റെ സിംഹാസനത്തിൽ കർത്താവ് ഇരിക്കുകയാണ് എന്ന് 1 കൊരിന്ത്യർ 15:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ എബ്രായ ലേഖനത്തോട് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മധ്യസ്ഥന്മാരായ മഹാപുരോഹിതൻ ആകട്ടെ മറ്റു പുരോഹിതന്മാരാകട്ടെ എല്ലാവരും ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അവർക്ക് ഇരിക്കാൻ അനുവാദമില്ല. മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ പാപപരിഹാര യാഗമർപ്പിച്ച് ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഏറ്റവും അന്തർമന്ദിരത്തിൽ അല്ലെങ്കിൽ അതിപരിശുദ്ധ സ്ഥലത്ത് ചെന്ന് രക്തം തളിച്ച് ജനത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തം വരുത്തുമ്പോഴും അവിടെ നിന്ന് തിരിച്ചു വരുന്നവരെയും മഹാപുരോഹിതൻ വിശ്രമിക്കുകയില്ല, ഇരിക്കുകയില്ല, കർമ്മനിരതനാണ്, പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ കാണുന്നത് അവിടുന്ന് മഹാപുരോഹിതനാണ്, യാഗമായ കർത്താവ്, തന്നെത്താൻ യാഗമായി. യേശു തന്നെയാണ് യാഗവസ്തു, യേശു തന്നെയാണ് യാഗമൃഗം, യേശു തന്നെയാണ് മഹാപുരോഹിതനും, യേശു തന്നെയാണ് മന്ദിരം. ഈ കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനായ, നിത്യമഹാപുരോഹിതനായ, മൽക്കീസേദക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായ ആ കർത്താവ് എന്ത് ചെയ്തു? സ്വർഗാരോഹണം ചെയ്തു. സ്വർഗാരോഹണം ചെയ്തിട്ട് അവിടെ ചെന്ന് പിതാവിന്റെ വലഭാഗത്ത് അല്ലെങ്കിൽ പിതാവിന്റെ ഈക്വലായ ആ പൊസിഷനിൽ ഇരിക്കുകയാണ്. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ താൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തി, ജനത്തിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തത്തിന് വേണ്ടിയുള്ള പ്രവൃത്തി പൂർത്തിയാക്കി എന്നുള്ളതാണ് യേശു ഇരിക്കുന്നു എന്നതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. പുരോഹിതന്മാർക്ക് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇരിക്കാൻ കഴിയുകയില്ല. പക്ഷെ യേശു എന്ത് ചെയ്യുന്നു? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. രക്ഷയ്ക്ക് വേണ്ടിയുള്ള തൻ്റെ കർത്തവ്യം അല്ലെങ്കിൽ യേശു ഭൂമിയിലേക്ക് വന്ന രക്ഷാപ്രവൃത്തി ഫുൾഫിൽ ചെയ്തിട്ട്, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് ഫുൾഫിൽ ചെയ്തിട്ട്, പൂർത്തിയാക്കിയിട്ട് പിതാവിന്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് യേശു ഇരിക്കുകയാണ്. ഹി ഈസ് സീറ്റഡ് ഓൺ ദ റൈറ്റ് ഹാൻഡ് ഓഫ് ഹെവൻലി ഫാദർ. ഹല്ലേലൂയ. ആഫ്റ്റർ ഫുൾഫില്ലിംഗ് ദി വർക്ക് ഫോർ ദ സാൽവേഷൻ ഓഫ് ഓൾ ഓഫ് അസ്. ഹല്ലേലൂയ. അതാ നമുക്ക് എബ്രായ ലേഖനവും കൂടെ ചേർത്ത് ചിന്തിച്ചാൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എപ്പോൾ വരെ അത് തുടരുകയാണ്? തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുവോളം. ഹല്ലേലൂയ. ശത്രുക്കൾ എന്ന് പറയുന്നത് ആരാ? സാത്താൻ ശത്രുവാണ്. യേശു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവൃത്തിയാകാൻ പോകുന്നു. ആരിൽ? നമ്മിൽ നിവൃത്തിയാകാൻ പോകുന്നു. ഇങ്ങനെ ശത്രുക്കൾ പാദപീഠമാകുവോളം അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? പിതാവിന്റെ വലഭാഗത്ത് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്താ സംഭവിക്കുക? രാജ്യം പിതാവിനെ ഏൽപ്പിക്കും എന്ന് നമുക്ക് കാണുന്നു. ഹല്ലേലൂയ. സകലവും തന്റെ കാൽ കീഴാക്കി രാജ്യം പിതാവിനെ ഏൽപ്പിക്കും. കൊരിന്ത്യർ ലേഖനത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന്റെ രാജ്യത്വം ഭൂമിയിൽ വരയണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കർത്താവ് ആ രാജ്യം പിതാവിനെ ഏൽപ്പിക്കുന്നതുവരെ നമുക്ക് വേണ്ടി പിതാവിന്റെ വലഭാഗത്ത് മധ്യസ്ഥ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്, പക്ഷപാതം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. ഹല്ലേലൂയ. ആമേൻ. ഇനി ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു വാക്ക് സകല നാമത്തിനും മേലായ നാമം. സകല നാമത്തിനും മേലായ നാമം. അതേതാ ആ നാമം? ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം. എല്ലാ നാമത്തിനും മേലായ നാമം ഒറ്റ നാമമേ ഉള്ളൂ. അത് ദൈവത്തിന്റെ നാമമാണ്, അല്ലെ? ആമേൻ. യഹോവ എന്ന നാമം സർവനാമത്തിനും മേലായ നാമം. ആ നാമം ആർക്ക് ലഭിച്ചിരിക്കുന്നു? യേശുവിന് ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ യേശു തന്നെയാണ് യഹോവ എന്നുള്ളത് കൂടെ അത് വ്യക്തമാക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ തന്നെയാണ് യേശു, യേശു തന്നെയാണ് യഹോവ എന്നത് വ്യക്തമാക്കുകയാണ്. ഏറ്റവും മേലായ നാമം, അതിനു മുകളിൽ മറ്റൊരു നാമം ഇല്ല. ഹല്ലേലൂയ. അപ്പോൾ യേശുവിന് ഏറ്റവും മേലായ നാമം നൽകി എന്ന് പറയുന്നത് മറ്റെല്ലാം അവിടുത്തെ കീഴിലാണ് എന്നുകൂടെ കാണിക്കുന്നതാണ്. The name is above all the names of dignity possessed by angels and men because of the power and authority which are annexed to it. സകല നാമത്തിനും മേലായ നാമം എന്ന് പറയുമ്പോൾ അതിനകത്ത് അധികാരവും ശക്തിയുമെല്ലാം ഒരുമിച്ച് സമ്മേളിച്ചിരിക്കുകയാണ്. All power and authority are annexed to that name. So every beings, either angels or men, all are under that name. യേശുവിന്റെ നാമത്തിന് കീഴിലാണ് ഏത് ദൂതന്മാരുടെ നാമവും ഏത് മനുഷ്യന്റെ നാമവും. സകല നാമവും യേശുവിന്റെ നാമത്തിന് താഴെയാണ് എന്നുള്ളത് കാണിക്കുന്നു. ഹല്ലേലൂയ. ഈ 10ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. അവിടെ കാണുന്നത് അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ
സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും. ഹല്ലേലൂയ. എല്ലാവരുടെയും മുഴങ്കാൽ മടങ്ങും. പ്രൈസ് ദി ലോർഡ്. അറ്റ് ദാറ്റ് നെയിം ഓഫ് ജീസസ് എവറി നീ ഷുഡ് ബോ ഓഫ് തിങ്സ് ഇൻ ഹെവൻ ആൻഡ് തിങ്സ് ഇൻ എർത്ത് ആൻഡ് തിങ്സ് അണ്ടർ ദി എർത്ത്. 3 മണ്ഡലങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ നമ്മൾ നോക്കിയാൽ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വേളയിൽ മഹാപുരോഹിതൻ യഹോവയുടെ നാമം വിളിച്ചു പറയുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, ഷെംഹാമഫോറാഷ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദ നെയിം ഓഫ് ജഹോവ എന്ന്, ആമേൻ, ദ നെയിം ജഹോവ എന്ന് അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ, ദൈവാലയത്തിൽ വിളിച്ചു പറയുമ്പോൾ, അവിടെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രീസ്റ്റ് പുരോഹിതന്മാരും ജനമൊക്കെയും ആ ദൈവാലയത്തിൽ നിൽക്കുന്ന സകലരും ആ നാമം, പുരോഹിതൻ, മഹാപുരോഹിതൻ ജഹോവ എന്ന നാമം വിളിച്ചു പറയുമ്പോൾ, ആ യാഗമൊക്കെ അർപ്പിച്ചതിന് ശേഷം അദ്ദേഹം വിളിച്ചു പറയുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? ഒരുപോലെ മുട്ടുമടക്കി നെടുമ്പാടെ വീണ് വർഷിപ്പ്, ദൈവത്തെ നമസ്കരിക്കുകയാണ്. ഹല്ലേലൂയ. മുൻപോട്ട് കവിണ്ണ് വീണ് നിലത്ത് സാഷ്ടാംഗം വീണ് അവരെല്ലാം എന്ത് ചെയ്യുന്നു? നമസ്കരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലം കൂടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുമ്പോൾ തന്റെ യഹൂദ വായനക്കാരായവർക്ക് കൂടെ അത് മനസ്സിലാകുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ നാമത്തിനും മേലായ നാമം യഹോവ എന്ന നാമം മഹാപുരോഹിതൻ ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന വേളയിൽ വിളിച്ചു പറയുമ്പോൾ ആ ശബ്ദം കേൾക്കുന്നവരെല്ലാവരും എന്തു ചെയ്യും? ഉടനെ മുട്ടുമടക്കും, നിലത്തേക്ക് തങ്ങളുടെ മുഖം താഴ്ത്തി നിലപാടെ വീണ് അവർ നമസ്കരിക്കും, ആരാധന അർപ്പിക്കും. ഈ പശ്ചാത്തലം കൂടെ വെച്ചിട്ടാണ് പറയുന്നത്, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ എങ്ങനെയാണോ യഹോവ എന്ന നാമം ഉച്ചരിക്കുമ്പോൾ എല്ലാവരും നിലമ്പാടെ കവിണ്ണ് വീണ് നമസ്കരിക്കുന്നത്, ഇതുപോലെ യേശുവിന്റെ ഈ നൽകപ്പെട്ട ഏറ്റവും ഉന്നതമായ സകലത്തിനും മേലായ ആ നാമത്തിൽ ആലയത്തിൽ നിൽക്കുന്നവർ മാത്രമല്ല, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. ഹല്ലേലൂയ. അതൊരു ഫ്യൂച്ചർ ടെൻസിൽ കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് മടങ്ങാത്ത മുട്ടും അന്ന് ഒരിക്കൽ ആ നാമം വിളിച്ചു പറയുമ്പോൾ മടങ്ങുക തന്നെ ചെയ്യുമെന്ന് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഓഫ് തിങ്സ് ഇൻ ഹെവൻ, സ്വർഗത്തിൽ ആരാ? ഏഞ്ചൽസ് ഉണ്ട്, വിശുദ്ധന്മാർ, ഇവിടെ നിന്ന് മരിച്ച് സ്വർഗത്തിലേക്ക് പോയ അല്ലെങ്കിൽ അവിടെ വിശ്രമത്തിലായിരിക്കുന്ന വിശുദ്ധന്മാരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നത് പോലെ ആമേൻ, മൂപ്പന്മാരുണ്ട്. ഇവരെല്ലാവരും ആ നാമത്തിങ്കൽ, കെരൂബുകളും അതുപോലുള്ള ദൂതവൃന്ദങ്ങളും എല്ലാവരും ആ നാമത്തിങ്കൽ, സ്വർലോകർ അവിടുത്തെ മുൻപിൽ മുട്ടുമടക്കും. ഹല്ലേലൂയ. മുഴങ്കാൽ മടങ്ങും. ആൻഡ് തിങ്സ് ഇൻ എർത്ത്, ഭൂമിയിലുള്ളത് അതാരാ? നല്ല മനുഷ്യരും ദുഷ്ടമനുഷ്യരും എല്ലാവരുടെയും മുട്ടൊരു ദിവസം മടങ്ങും. ഹല്ലേലൂയ. വിശ്വാസികൾ, യേശുവിനെ കർത്താവായി അംഗീകരിച്ചവർ മാത്രമല്ല, ഒരു നാൾ അല്ലാത്തവരുടെയും മുട്ടുമടങ്ങും. ആൻഡ് തിങ്സ് അണ്ടർ ദ എർത്ത്, അധോലോകരുടെ മുട്ടുമടങ്ങും. ഹല്ലേലൂയ. അധോലോകർ എന്ന് പറയുന്നത് ദി അബിസ്, ഇൻ ദി അബിസ് എന്ന കാണുവാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. അത് ഈ ആമേൻ ഭൂതാത്മാക്കളാകാം, ബോട്ടംലെസ് പിറ്റിൽ, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് പോലെ അഗാധ കൂപത്തിലുള്ള ബന്ധിക്കപ്പെട്ട ആമേൻ ആ ദുഷ്ടാത്മാക്കൾ ആകാം. ആമേൻ അതുപോലെ അവൻ സർവരുടെയും മുഴങ്കാലൊക്കെയും ഒരു നാൾ യേശു ക്രിസ്തുവിന്റെ ആ ന്യായാസനത്തിന്റെ മുൻപാകെ, സിംഹാസനത്തിന് മുൻപാകെ ഈ നാമം വിളിച്ചു പറയുമ്പോൾ എന്തു ചെയ്യും? അവരെല്ലാവരും മുട്ടുമടക്കും. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അവൻ സകലരുടെയും മുഴങ്കാലൊക്കെയും, അത് അവൻ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ജീവികളുടെയും മുട്ടുമടങ്ങും ആ നാമത്തിന്റെ മുന്നിൽ. മാത്രമല്ല, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ആൻഡ് ദാറ്റ് എവറി ടങ് ഷുഡ് കൺഫസ് ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് ദ ഫാദർ. ഇന്ന് യേശുവിനെ ആക്ഷേപിക്കുന്നവരും അധിക്ഷേപിക്കുന്നവരും ഉൾപ്പെടെ, യേശുവിനെ കർത്താവായി അംഗീകരിച്ചവരും അല്ലാത്തവരും ഉൾപ്പെടെ ഈ ഭൂമിയിൽ ഇന്ന് യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ എന്തുണ്ട്? രക്ഷയുണ്ട്. ഇഫ് യു അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ ലോർഡ് ആൻഡ് സേവിയർ ആൻഡ് കൺഫസ് ഇറ്റ് വിത്ത് യുവർ മൗത്ത് that Jesus Christ is Lord, you are saved. You are freely saved by faith in Christ Jesus and your confession of faith about the lordship of Jesus Christ. You are freely
saved. But on that day of judgment, hallelujah, if you are not even saved, you will be, of course, confess that Jesus Christ is Lord. അപ്പൊ അന്ന് ന്യായവിധിക്കപ്പെടുമ്പോൾ അന്ന് വിളിച്ചു പറഞ്ഞാൽ രക്ഷയില്ല. There is no hope after your death, even if you confess that Jesus Christ is Lord, to be saved. Hallelujah. The opportunity is only when you are on this earth, when you are alive. Hallelujah. എല്ലാ നാവും, every tongue, ഹല്ലേലൂയ, എല്ലാ രാജ്യങ്ങളുടെയും, ആരുമായിക്കൊള്ളട്ടെ, പ്രൈസ് ദി ലോർഡ്, എല്ലാവരുടെയും നാവ് വിളിച്ചു പറയും. എന്താ വിളിച്ചു പറയും? ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ്. യേശു കർത്താവ് എന്ന് സകലരും വിളിച്ചു പറയും. ഹല്ലേലൂയ. എന്തിനാ വിളിച്ചു പറയുന്നത്? വിച്ച് വിൽ ബി ടു ദ ഗ്ലോറി ഓഫ് ഗോഡ് ദ ഫാദർ. പിതാവിന്റെ മഹത്വത്തിനായി ആമേൻ വിളിച്ചു പറയേണ്ടി വരും. ഹല്ലേലൂയ. നോക്കുക, ആമേൻ, ഇന്ന് യേശുവിനെ കർത്താവെന്ന് നമുക്ക് ഏറ്റുപറയാനും അത് നിമിത്തമുള്ള രക്ഷ അനുഭവിക്കാനും അങ്ങനെ ന്യായവിധിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനും ലഭിച്ച ഭാഗ്യം എത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. നമുക്ക് ആമേൻ ആ പദവി, സർവ ലോകരുടെയും പാപത്തിന്റെ പരിഹാരത്തിനായി ഭൂമിയിൽ താൻ ഇറങ്ങി വന്ന് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന് ദൈവത്താൽ ഏറ്റവും ഉയർത്തപ്പെട്ട ഏറ്റവും ഉയർന്ന നാമം യേശു കർത്താവിന്റെ നാമമാണെന്ന് മനസ്സിലാക്കി ഗ്രഹിച്ച് വിശ്വസിച്ച് ഇന്ന് ഈ ഭൂമിയിൽ അത് ഏറ്റുപറയാൻ, അതിനാൽ നിത്യമായ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ, നിത്യമായ വാഗ്ദത്തങ്ങൾക്ക് അവകാശികളാകുവാൻ നമുക്ക് ലഭിച്ച ഭാഗ്യം എത്ര ശ്രേഷ്ഠമാണ്, എത്ര വലുതാണ്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനത്തിലെ അതിപ്രാധാന്യമുള്ള മേഖലകൾ നമ്മൾ ഇതിനോടകം ദൈവകൃപയിൽ ആശ്രയിച്ച് കവർ ചെയ്യുവാനായിട്ട് നമുക്ക് ദൈവം തന്ന കൃപയ്ക്കൊത്തവണ്ണം ചിന്തിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. നമുക്ക് ഈ വെളിപ്പാടും ഈ കാഴ്ചപ്പാടും തന്ന ദൈവത്തിന് നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. കർത്താവ് ഈ വചനങ്ങൾ നമുക്ക് ഏവർക്കും അനുഗ്രഹമാക്കി തീർക്കട്ടെ.